നമസ്കാരം. സമുദായ സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനായി ഡൽഹിയിൽ മഹാത്മാഗാന്ധിജി ഉപവാസം അനുഷ്ഠിക്കുകയാണ്. അതിനിടയിൽ ഒരു ദിവസം പ്രായം ചെന്ന ഒരു കർഷകനും ഭാര്യയും ഗാന്ധിജിയെ കാണാനെത്തി. ഗ്രാമത്തിൽ നിന്ന് കിലോമീറ്ററുകൾ താണ്ടിയാണ് അവരെത്തിയത്. ഗാന്ധിജിയുടെ സുഹൃത്ത് CF ആൻഡ്രൂസിൻ്റെ പാദങ്ങളിൽ തൊട്ടു വന്ദിച്ചുകൊണ്ട് അവർ വന്ന കാര്യം പറഞ്ഞു. അവരുടെ മകൾ രോഗം പിടിപെട്ട് ഗ്രാമത്തിലെ കുടിലിൽ കിടക്കുകയായിരുന്നു. ഗംഗാജലം കൊണ്ട് ഗാന്ധിജിയുടെ പാദം കഴുകി ആ വെള്ളം കുടിച്ചാൽ മകളുടെ അസുഖം പൂർണ്ണമായും മാറും എന്നായിരുന്നു അവരുടെ വിശ്വാസം. അതിനായി ചെറിയൊരു കലത്തിൽ ഗംഗാജലവും അവർ കരുതിയിരുന്നു. കാര്യമറിഞ്ഞ ഗാന്ധിജി അവരോട് തൻ്റെ കട്ടിലിനടുത്ത് വന്നിരിക്കാൻ ആവശ്യപ്പെട്ടു. അവരുടെ ധാരണ വിഡ്ഢിത്തമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് ഗാന്ധിജി പറഞ്ഞു, എൻ്റെ പാദങ്ങളിൽ ഒഴിക്കുന്ന ഗംഗാജലത്തിന് രോഗം സുഖപ്പെടുത്താനുള്ള യാതൊരു കഴിവുമുണ്ടാകില്ല. ഇത്തരമൊരു അബദ്ധധാരണയിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു? ഈശ്വര കാരുണ്യത്തിന് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ കഴിയൂ. ഞാൻ നശ്വരനായ ഒരു മനുഷ്യനാണ്. എന്നെ ദൈവമായി കരുതി ദൈവത്തെ ആക്ഷേപിക്കാൻ പാടില്ല. ഇത്രയും പറഞ്ഞിട്ട് അവരുടെ മകൾക്ക് വേണ്ട വൈദ്യസഹായത്തിനായുള്ള ഏർപ്പാടുകൾ ചെയ്യാമെന്ന് ഗാന്ധിജി ഉറപ്പുകൊടുത്തു. എന്നിട്ട് അടുത്തുള്ള പൂച്ചട്ടി ചൂണ്ടിക്കാട്ടി അവർ കൊണ്ടുവന്ന ഗംഗാജലം അതിലൊഴിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം നാട്ടുകാർക്ക് വിദ്യാഭ്യാസമായി തീരണം എന്നായിരുന്നു ഗാന്ധിജിയുടെ ഏറ്റവും വലിയ ആഗ്രഹം. കൂടോത്ര വിശ്വാസിയായ മേൽശാന്തി K. സുധാകരനും കീഴ്ശാന്തി രാജ്മോഹൻ ഉണ്ണിത്താനും ഈ ഗാന്ധിജിയെ അറിയുമോ എന്നറിയില്ല. 21-ാം നൂറ്റാണ്ടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ കൂടോത്രത്തിൽ വിശ്വസിക്കുന്നു എന്ന് പരസ്യമായി വീമ്പിളക്കാൻ തലയ്ക്കകത്ത് ചകിരിച്ചോറുള്ളവർക്ക് പോലും കഴിയുമോ എന്ന് അറിയില്ല. കോൺഗ്രസിനെ സംസ്ഥാനത്ത് നയിക്കുന്നവർക്ക് നാണം വേണം എന്നില്ലെങ്കിലും കേൾക്കുന്നവർ നാണമുള്ളവരാണ് എന്ന് ഇവരൊന്ന് ഓർക്കുന്നത് നല്ലതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനോട് രാജി ആവശ്യപ്പെടാൻ CPM-ൽ ധൈര്യമുള്ളവരില്ല എന്ന് പരിഹസിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് എന്തുകൊണ്ടാണ് കൂടോത്രത്തിൽ വിശ്വസിക്കുന്ന KPCC പ്രസിഡന്റിൻ്റെ രാജി ആവശ്യപ്പെടാൻ ചങ്കൂറ്റമില്ലാത്തത്? ജവഹർലാൽ നെഹ്റു ഇരുന്ന പാർലമെൻറ്റിൽ കൂടോത്രവാദികളായി കടന്നു ചെല്ലാൻ സുധാകരനും രാജ്മോഹൻ ഉണ്ണിത്താനും ഒരു ഉളുപ്പുമില്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അനുഭവിക്കട്ടെ എന്നേ പറയാനാവും. സംസ്ഥാന അധ്യക്ഷൻ്റെ വീട്ടിൽ നിന്ന് കൂടോത്രം കുഴിച്ചെടുത്തതിന് പുറകെ KPCC ഓഫീസിൽ നിന്നും കൂടോത്രം കണ്ടെത്തിയത്രേ. ഇങ്ങനെ പോയാൽ വൈകാതെ KPCC ഓഫീസിൽ നരബലി നടന്നാലും അത്ഭുതപ്പെടേണ്ടി വരില്ല. ആര് ആർക്കൊക്കെ എതിരെ എവിടെയൊക്കെ കൂടോത്രം ചെയ്യും എന്ന സംശയത്തിലാണ് കേരളത്തിലെ ഗാന്ധിമാർ എല്ലാം തന്നെ. കൂടോത്രം കൊണ്ട് തല തെറിക്കുമോ എന്ന് പേടിക്കുന്ന സുധാകരനെ ഗാന്ധിജിയുടെ മരണസമയത്ത് സരോജിനി നായിഡു ചോദിച്ച ആ ഒരു ചോദ്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ചപ്പോൾ ഒരാൾ കരയാൻ തുടങ്ങി. അപ്പോൾ സരോജിനി നായിഡു ചോദിച്ചു, ഗാന്ധിജി വെടികൊണ്ടല്ലേ മരിക്കേണ്ടത്, അല്ലാതെ വയറ്റിൽ അൾസർ വന്നാണോ ഗാന്ധിജി മരിക്കേണ്ടത്? ഇത്തരത്തിൽ പാർട്ടി പ്രസിഡന്റിൻ്റെ അടിവസ്ത്രത്തിൽ വരെ തകിട് വയ്ക്കുന്നവരുടെ പ്രസിഡന്റായി തുടരാൻ കഴിയില്ല, മനസ്സില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോരാൻ കണ്ണൂർ സിംഹത്തിന് തൻ്റെ ഇടമില്ലാത്തത് എന്തുകൊണ്ടാണ്? സ്വയം രാജിവെച്ച് പാർട്ടിയുടെ അന്തസ്സ് കാത്തില്ലെങ്കിലും സ്വന്തം അന്തസ്സെങ്കിലും കാത്തുരക്ഷിച്ചുകൂടെ? 3 അടി താഴ്ചയിൽ കുഴിച്ചിട്ട കൂടോത്രം കോൺഗ്രസിനെ 6 അടി മണ്ണിൽ കുഴിച്ചു മൂടാതിരിക്കാൻ കോൺഗ്രസിലെ കൂടോത്രവാദികളെല്ലാം രാജിവെച്ച് ഒഴിയേണ്ടതാണ്. അല്ലെങ്കിൽ ഇത്തരം അനാചാരങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും ശവമഞ്ചവും ചുമന്ന് നടക്കുന്നവരോട് രാജിവെക്കാൻ കോൺഗ്രസ്സുകാർ ആവശ്യപ്പെടണം. അതിനാൽ അല്ലയോ കോൺഗ്രസ്സുകാരെ, എല്ലാ ദാരിദ്ര്യത്തിൻ്റെയും നടുവിൽ ഏറ്റവും ഭീകരമായ നട്ടെല്ലു ദാരിദ്ര്യം നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുന്നു.